കേരള സർവകലാശാലയുടെ അനാസ്ഥ മൂലം സ്കോളർഷിപ്പ് നഷ്ടമായതായി വിദ്യാർത്ഥികൾ. 3 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നഷ്ടമായെന്നാണ് പരാതി. സമയബന്ധിതമായി ഫലപ്രഖ്യാപനം നടത്താത്തത് തിരിച്ചടിയായെന്നാണ് ആരോപണം. സാമ്പത്തികമായി പിന്നോക്കവും പഠനത്തിൽ മുന്നോക്കവും നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള NSP സ്കോളർഷിപ്പാണ് നഷ്ടമായത്. ഗവർണർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഗോപാൽ ശീലാസനിലാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഗോപാൽ, ഫലപ്രഖ്യാപനം നടത്താത്തതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. അത് പക്ഷേ വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നല്ലേ? സ്കോളർഷിപ്പ് നഷ്ടമായി, അതും 3 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് നഷ്ടമായിരിക്കുന്നത്. അതെ വിനിത, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് പറയുന്ന ദേശീയ തലത്തിൽ പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾ, അതേസമയം തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കുമാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ബിരുദാനന്തര ബിരുദ കാലത്ത് 2 വർഷത്തേക്ക് 3 ലക്ഷം രൂപയാണ് ഈ സ്കോളർഷിപ്പിന് അനുവദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 74 വിദ്യാർത്ഥികൾ, കേരള സർവകലാശാലയ്ക്ക് കീഴിൽ പഠിക്കുന്ന 74 വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 2ാം സെമസ്റ്ററിലെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട കാലാവധി പൂർത്തിയായിരുന്നു. ഈ സ്കോളർഷിപ്പിന്റെ രീതി എന്ന് പറയുമ്പോൾ 1ഉം 2ഉം സെമസ്റ്ററുകളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം 2 സെമസ്റ്ററുകളിലെയും മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് അത് പുതുക്കിയാൽ മാത്രമേ അവർക്ക് അടുത്ത വർഷത്തേക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അത്തരത്തിൽ ഡിസംബറിൽ കാലാവധി കഴിഞ്ഞെങ്കിലും പിന്നീട് വിദ്യാർത്ഥികൾ UGCക്ക് അടക്കം പലതവണ മെയിൽ അയച്ച് അത് ജനുവരി 15-ാം തീയതി വരെ നീട്ടി നൽകിയിരുന്നു. ഈ ജനുവരി 15-ാം തീയതി ആയിട്ടും വിദ്യാർത്ഥികൾക്ക് ഫലപ്രഖ്യാപനം വന്നില്ല എന്ന് മാത്രമല്ല, യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അറിയിപ്പോ മറുപടിയോ വ്യക്തമായി ലഭിക്കുന്നില്ല. ഈ 2ാം സെമസ്റ്ററിലെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് മൂലം 3 ലക്ഷത്തോളം രൂപയാണ് ഈ കുട്ടികൾക്ക് നഷ്ടമായിരിക്കുന്നത്. പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്ന, എന്നാൽ ആ പഠനം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികം അനുവദിക്കാത്ത വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ വളരെയധികം പരിങ്ങലിലാണ്, പ്രതിസന്ധിയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരി, ഗോപാൽ ശീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇത്തരത്തിൽ ഫലപ്രഖ്യാപനം വൈകിയതാണ്, അല്ലെങ്കിൽ അതാണ് തിരിച്ചടിയായിരിക്കുന്നത്. സർവകലാശാലയുടെ ഒരു അനാസ്ഥയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഗോപാൽ.